വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അന്വേഷിക്കുക. ആദ്യം കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ആദ്യം അത് അന്വേഷിക്കുക. അതിനുള്ള നിയമമുണ്ടോ? അല്ല, അത് അന്വേഷിക്കും. നിങ്ങൾ അതിന് സാധ്യതയുണ്ടോന്ന് അന്വേഷിക്കും. ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടോ? ആദ്യം പോയി നിയമം പഠിക്കും. അല്ല, അങ്ങനെയില്ല. നമുക്കൊരു സഹായം വേണ്ട. സഹായം കേരളത്തിന് സഹായം വേണ്ടേ? സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അതിനുള്ള കാര്യങ്ങൾ നടത്തും. സഹായം മാത്രമല്ല, ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം. ഇതിലിപ്പോൾ ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും. അപ്പം അങ്ങനെ രീതിയിൽ പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ. അല്ല, സ്റ്റേറ്റ് പലതവണ ആവശ്യപ്പെട്ടല്ലോ. ഇപ്പോൾ കേന്ദ്ര പാർലമെന്റിൽ എല്ലാ എംപിമാരും ആവശ്യപ്പെട്ടില്ലേ? താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ. അമൃതയാണോ? അല്ല, അതല്ല നമ്മൾ ചോദിക്കുന്നത് കേരളത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അതിനകത്ത് നല്ല കുത്തിത്തിരിപ്പുണ്ട്. കേരളത്തിൽ സഹായം ലഭിക്കുമോ എന്നുള്ള ജനങ്ങൾക്ക് എത്തേണ്ടതെത്തും. രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ്. അല്ല, ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണത്? നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ദുരന്തത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോടുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ മറുപടിയാണ് കേട്ടത്. സഹായം കേരളം അഭ്യർത്ഥിക്കട്ടെ, ധനസഹായം നൽകുന്നതിന് സമയം ആയിട്ടില്ല, കുത്തിത്തിരിപ്പുണ്ടാക്കരുത് എന്നതാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം അമിത്ഷാ അടക്കം പാർലമെൻറ്റിൽ ഈ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു, വയനാട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പാർലമെൻറ്റിലടക്കം പറയുകയും ചെയ്തത്. ഈ വയനാട്ടിൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് റെഡ് അലർട്ട് പോലും ദേശീയ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടില്ല. അക്കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് അമിത്ഷാ അന്ന് പാർലമെൻറ്റിൽ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് കേരളം സഹായം ആവശ്യപ്പെടട്ടെ എന്ന്. അങ്ങനെ ആവശ്യപ്പെടേണ്ടതാണോ എന്നുള്ള ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള ഇടപെടൽ കേന്ദ്രത്തിൽ നിന്നുണ്ട് ഉണ്ടായില്ലെങ്കിൽ പോലും കേരളം വയനാടിനെ ചേർത്ത് പിടിക്കുക തന്നെയും കേരളത്തിലെ സർക്കാർ അങ്ങനെ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്.